മുഖ്യമന്ത്രി തർക്കത്തിനിടെ ഭരണം തുടങ്ങി കെ.സി. വേണുഗോപാൽ. ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയ കെ.സിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അസഭ്യവും അധിക്ഷേപവും നിറയുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മുന്നറിയിപ്പ് നൽകി പോസ്റ്ററുകൾ. പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനം കെ.സിക്കെതിരെ പ്രയോഗിച്ച് UDF അനുഭാവികൾ. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ച് ഭരണം തുടങ്ങിയെന്ന സൂചന നൽകി കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് കാലവിളംബമേതുമില്ലാതെ നഷ്ടപരിഹാര തുക നൽകാനുള്ള ഇടപെടൽ നടത്തണമെന്ന് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റാണ് രാഷ്ട്രീയ രംഗത്ത് ചർച്ചയാവുന്നത്. ഇത്തരമൊരു വിഷയത്തിൽ ഇടപെടണമെന്ന് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം കെ.സി. വേണുഗോപാലിന് നൽകാൻ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് തീരുമാനമായി കാണണമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് താഴെ അധിക്ഷേപ കമന്റുകൾ നിറയുകയാണ്. ആ മിന്നൽ നിന്റെ തലയിൽ വീണിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി തുടങ്ങിയ തരത്തിലുള്ള കമന്റുകളാണ് ഏറെയും. കോൺഗ്രസിനെയും ഇന്ത്യയെയും നശിപ്പിക്കരുത്, നാണം കെട്ട കളി കളിക്കല്ലേ നേതാവേ, മാഷേ നിങ്ങൾ കോൺഗ്രസിനെ അപമാനിച്ചു കളഞ്ഞല്ലോ, മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കാൻ കളിക്കുന്ന തരം താണ കളി അവസാനിപ്പിക്കൂ എന്നിങ്ങനെ പോകുന്നു കെ.സിക്കെതിരായ വിമർശനങ്ങൾ. നീ എവിടെ മത്സരിപ്പിച്ചാലും പരാജയപ്പെടുത്തും, നാളെ VD അല്ലാതെ മറ്റാരെ തീരുമാനിച്ചാലും കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനമായിരിക്കും. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന അങ്ങയുടെ ഒരു വാക്കിനു വേണ്ടി കേരളം കാതോർക്കുന്നു. 10 വർഷം കൊണ്ട് പിണറായി വിജയൻ വാങ്ങിക്കൂട്ടിയ ശാപം മുഴുവൻ ഒരാഴ്ച കൊണ്ട് മറികടന്ന നിങ്ങൾ തന്നെയാണ് താരം, ചിലർ കമന്റ് ബോക്സിൽ കുറിച്ചു. മുഖ്യമന്ത്രി തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ പോസ്റ്റർ പ്രതിഷേധം വന്നത് ഹൈക്കമാൻഡിന് പോലും ഞെട്ടലുണ്ടാക്കുന്നതായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചാൽ കേരളത്തിലെ ജനങ്ങൾ മാപ്പ് തരില്ലെന്നും വയനാട് ഇനി അടുത്ത അമേഠിയായി മാറുമെന്നുമാണ് പോസ്റ്ററുകളിലെ മുന്നറിയിപ്പ്. വയനാട് DCC ഓഫീസിന് സമീപമാണ് ഇംഗ്ലീഷിൽ എഴുതിയ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ഭീഷണി പോസ്റ്റർ അല്ലെന്നും വിഡിത്തത്തിന് കേരളം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ലെന്നും പോസ്റ്ററിലുണ്ട്. കെ.സി. വേണുഗോപാൽ നിങ്ങളുടെ പെട്ടി തൂക്കി നടക്കുന്നയാളായിരിക്കും, പക്ഷേ കേരള ജനത നിങ്ങൾക്ക് മാപ്പ് തരില്ല. RG PG ഇതൊരു ഭീഷണിയല്ല, ഈ വിഡിത്തത്തിന് കേരളം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നും പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. രാഹുലും പ്രിയങ്കയും വയനാടിനെ മറന്നേക്കൂ, ഇവിടെ നിന്നും ഇനി നിങ്ങൾ ജയിക്കില്ല, കേരളം മറ്റൊരു അമേഠി ആയിരിക്കും, സുരക്ഷിത സീറ്റ് തേടി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ലെന്നും പോസ്റ്ററിൽ സൂചിപ്പിക്കുന്നു. ആരുടെയും പേരില്ലാതെ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരെ തെരുവിലേക്ക് പടരുന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന്റെ പേരിന് മുൻതൂക്കമുണ്ടെന്ന വാർത്തകൾക്കിടെയാണ് ഹൈക്കമാൻഡിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റർ ഫ്ലെക്സ് പ്രതിഷേധങ്ങളിൽ ഒതുങ്ങുന്നില്ല കെ.സിക്കെതിരായ അരിശം. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ പോറ്റിയെ കേറ്റിയെ പാട്ടിന്റെ പാരഡി ഗാനരൂപത്തിലും പ്രതിഷേധം കനക്കുകയാണ്. കെ.സിയെ കേറ്റിയെ കേരളമാകെ നാറ്റിയെ എന്നാണ് പാരഡി ഗാനത്തിന്റെ വരികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ശബരിമല സ്വർണ്ണ കവർച്ച കേസും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യ കഥാപാത്രങ്ങളായി ആവിഷ്കരിച്ചുകൊണ്ടുള്ള പോറ്റിയെ കേറ്റിയെ പാരഡി പാട്ട് കോൺഗ്രസുകാർ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. നിയമസഭയിലടക്കം അവർ പാട്ടുപാടിയിരുന്നു. ഇപ്പോൾ ആ പാട്ടിന്റെ പാരഡി കോൺഗ്രസിനുള്ള മുഖ്യമന്ത്രി തർക്കത്തിലും ഇടം പിടിച്ചിരിക്കുന്നു.